കൃഷിക്കാരുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ച വളരെ കറക്റ്റായ ചോദ്യം. എന്താ പ്രശ്നം അറിയോ? നിങ്ങൾ മനസ്സിലാക്കണം, BJP 2014 അധികാരത്തിൽ വരുമ്പോൾ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രകടന പത്രികയിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ? ഞങ്ങൾ കോൺഗ്രസ് നടപ്പിലാക്കാത്ത, കോൺഗ്രസ് വെച്ച സ്വാമിനാഥൻ കമ്മീഷൻ ഞങ്ങൾ നടപ്പിലാക്കുന്ന. എന്താ സ്വാമിനാഥൻ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നറിയോ? ഒരു കാർഷികോൽപ്പന്നങ്ങളുടെ ചെലവിൻ്റെ 50%, മൊത്തം ചെലവിൻ്റെ 50% കൂടി ചേർത്തി കർഷകന് താങ്ങുവില കൊടുക്കുന്ന. 10 കൊല്ലമായി ഈ BJP രാജ്യം ഭരിക്കുന്നു. 10 കൊല്ലം. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭം നടന്നത് ഹരിയാനയിലും രാജസ്ഥാനിലും ഡൽഹിയിലുമാണ്. ആ ഡൽഹിയിലെയും രാജസ്ഥാനിലെയും കർഷകരുടെ മുഴുവൻ മുദ്രാവാക്യം എന്താണെന്ന് കേൾക്കണ്ടേ? കേരളത്തെ പോലെ കർഷകർക്ക് സംരക്ഷണം കൊടുക്കണം എന്നാണ്. കേരളത്തിലേതുപോലെ സംരക്ഷണം കൊടുക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ കർഷകർ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, കേരളത്തിലേതുപോലെ സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കേരളത്തിലാണ് രാജ്യത്തെല്ലായിടത്തും കർഷകൻ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ അവൻ മറ്റു കാരണങ്ങളിലല്ലാതെ കാർഷികോൽപ്പന്നങ്ങൾക്ക് പ്രശ്നം വന്നതിന്റെ പേരിൽ, കൃഷിയുടെ പേരിൽ നഷ്ടം വന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാതെ സമൂഹമുള്ളത് കേരളമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ആ ന്യായം കാണാതെ പോകരുത്. ഒന്ന്. ഇദ്ദേഹം പറഞ്ഞ വിഷയം എന്താ? ഇദ്ദേഹം രണ്ടാമത് വിഷയം പറഞ്ഞു. എന്താ? രാസവളത്തിന്റെ. നിങ്ങൾ നോക്കൂ, 2023-24 ഒരൊറ്റ കൊല്ലം രാസവളത്തിന്റെ സബ്സിഡി 29,000 കോടി രൂപ കുറച്ചു. ഞാനത് പറയാം. 29,900 കോടി രൂപ ഒരൊറ്റ വർഷം കൊണ്ട് ഈ കൃഷിക്കാർക്ക് കൊടുക്കേണ്ട രാസവള സബ്സിഡി കുറച്ചു. ആ പണം മുഴുവൻ ഇപ്പൊ കൊണ്ടുപോവുക ഇവര്, കേന്ദ്രം കൊണ്ടുപോവുക. അവിടെ കൊണ്ട് മാത്രമല്ല, പിന്നെ പറയുന്നറിയോ? നെല്ലിന്റെ താങ്ങുവിലയെന്ന സംശയമില്ല. കേരള സർക്കാർ നയം എന്താ? 29 രൂപയെങ്കിലും ഈ കേരളത്തിലെ നെല്ലുൽപാദകർക്ക് 29 രൂപയെങ്കിലും അവർക്ക് 1 കിലോ നെല്ലിന് കിട്ടണമെന്നായിരുന്നു. അത് കിട്ടാൻ വേണ്ടിയാണ് അവരാദ്യം 21 കൊടുത്തപ്പോൾ 29 8 രൂപ ചേർത്തി ഇവിടെ കൊടുത്തിരുന്നു. അപ്പൊ അവര് പതുക്കെ യാഥാർത്ഥ്യത്തിൽ BJP കേന്ദ്ര ഗവൺമെന്റ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന നെല്ലും അരികളും കൊണ്ടുപോകുമ്പോൾ ഈ തുക 29 രൂപയും അവിടെ തരേണ്ടതാണ്. സംസ്ഥാനം, ഞാൻ വീണ്ടും പറയുന്നു, ആവർത്തിക്കുന്നു, നോട്ട് ചെയ്തോളൂ, തിരുത്താണ്ടെങ്കിൽ തിരുത്തിക്കോളൂ. ഈ സംസ്ഥാനം എവിടെയെങ്കിലും, ഏതെങ്കിലും ഒരു സംസ്ഥാനം ആ ഗവൺമെന്റ് നെല്ലിന് താങ്ങുവിലയായി 7 രൂപ കൊടുക്കുന്നുണ്ടെന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയും പോലെ ചെയ്യുക. അങ്ങനെ കൊടുക്കുന്ന ഒരൊറ്റ സംസ്ഥാനം അത് കേരളമാണെന്ന് കാണാൻ.